ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളൊരു യാത്ര പോവുകയാണ്. അപ്പോൾ മീയും ബാഗൊക്കെ തൂക്കി റെഡിയായി നിൽക്കുകയാണ്. എവിടെയാണ് മീയ നമ്മൾ പോയെന്ന് പറയാമോ? എവിടെയാണ് പോയത്? ലക്ഷദ്വീപിൽ ഏത് ഐലൻഡിൽ? അപ്പോൾ ഞങ്ങൾ പോണ വഴി ഇതേ നമ്മുടെ ചെറിയപ്പള്ളി എത്തിയപ്പോൾ അവിടെ ഈ രവിപുരം ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആന പെരുവാരത്ത് ഉത്സവമൊക്കെ കഴിഞ്ഞ് പോകണ്ടായിരുന്നു. അപ്പോൾ എന്നാണ് നമ്മൾ പോയത്? നമ്മൾ ശനിയാഴ്ച 3-ാം തീയതിയാണ് നമ്മൾ പോയത്. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ 8:20 ഫ്ലൈറ്റിൻ്റെ ടൈം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്നൊരു 6 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് പോയായിരുന്നു. പക്ഷേ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഫ്ലൈറ്റിന് ഡിലേ ഉണ്ടായി. 8:20 നമ്മളെ വിളിക്കുന്നില്ല, 8:30 വിളിക്കുന്നില്ല, പിന്നെ 9:45 ഫ്ലൈറ്റ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളിതേ അപ്പൂമിയൊക്കെ ആകെ ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. എപ്പോൾ വരും ഫ്ലൈറ്റ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പേര് മുഴുവൻ പേരും അഗത്തി ഐലൻഡിലേക്ക് പോകാനുള്ളതല്ല കേട്ടോ. ഇവർ ഹൈദരാബാദ്, ട്രിവാൻഡ്രം അങ്ങനെയൊക്കെ പോകാനുള്ളവരും ആ ഒരു ഇതിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളത് എയർപോർട്ടിൽ കൂടി നമ്മൾ ബസ്സിനാണ് പോയത് നമ്മുടെ ഫ്ലൈറ്റിൽ കയറാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ 9:45 ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയപ്പോഴേക്കും അപ്പോൾ ഇവിടെ നമ്മുടെ എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഒരു ഉള്ളിലെ ഒരു രൂപമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഡിഗോൻ്റെ ബസ്സുകളും ഇൻഡിഗോൻ്റെ എയർക്രാഫ്റ്റും ഒക്കെ കിടക്കുന്നുണ്ട് അവിടെ. ഇവിടെ ഒരു ഹെലികോപ്റ്ററുണ്ട്. അപ്പോൾ അപ്പൂന് ഇങ്ങനെ അടുത്ത് ഹെലികോപ്റ്റർ കണ്ടത് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ അപ്പുവും മീയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അല്ലേ മിയ? ഹെലികോപ്റ്ററൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായോ? ആണ്. വായ തുറന്ന് പറയുക. ഹെലികോപ്റ്റർ കണ്ടപ്പോൾ സന്തോഷമായോ? അപ്പോൾ നമ്മളിതേ ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുകയാണ്. ഇതായിരുന്നു അലയൻസ് എയറിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. എയർ ഇന്ത്യയുടെ തന്നെ മറ്റൊരു വേറൊരു ഇതാണ് അലയൻസ് എയർ എന്ന് പറയുന്നത്. അലയൻസ് എയർ ഡിലേ ആയ ഭയങ്കര ഡിലേ ആയിരിക്കും. കാരണം ഞങ്ങൾ പോയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് വന്നവർ രാവിലെ വിമാനം ഇല്ലാഞ്ഞിട്ടേ ഉച്ചയ്ക്ക് 3:30 വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അവർ മോർണിംഗ് ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്തിട്ട് ഈവനിങ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടാലോ? നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നമ്മുടെ ഫ്ലൈറ്റ് പോകുന്ന ഒരു വീഡിയോ ആണ്. നമ്മളിപ്പോൾ വേറൊരു ഫ്ലൈറ്റ് അതേസമയം തന്നെ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് പോകുന്നതുണ്ടോ സൈഡിൽ കൂടി. അപ്പോൾ ഞങ്ങളുടെ വിമാനം അവിടെ നിർത്തിയിട്ടേക്കും. അപ്പോൾ ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്തിട്ട് വേണം ഞങ്ങളുടെ പ്ലെയിനിന് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ പ്ലെയിൻ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിർത്തിയിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണല്ലേ. അപ്പോൾ ഇത് നമ്മൾ അവിടെ അഗത്തിയിൽ ഇത് നമ്മളപ്പോൾ മുകളിൽ കൂടിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ വിമാനത്തിൻ്റെ. നല്ല ഭംഗിയില്ലേ മിയ കാണാനായിട്ട്? ഇത് നോക്കി നമ്മുടെ ആലുവ ഭാഗമാണ് ഈ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഫ്ലൈറ്റ് പൊങ്ങിയപ്പോൾ തന്നെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ടോ? കൊള്ളാമല്ലേ? മോൾക്ക് ഇഷ്ടമായോ? എങ്ങനെയുണ്ടായി ഫ്ലൈറ്റിലെ യാത്രയൊക്കെ? നല്ലതായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ഏരിയൽ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇനി നമ്മൾ പോകുന്നത് ഇതാണ് നമ്മുടെ അഗത്തി ഐലൻഡ് എന്ന് പറയുന്നത്. കണ്ടോ? ഇത് കണ്ടപ്പോൾ തന്നെ ആകെ അയ്യോ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ? കണ്ടോ? നീല നിറത്തിലുള്ള കടലും പിന്നെ പച്ച നിറത്തിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ഭാഗമൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ? നമ്മൾ പെട്ടെന്ന് നമ്മുടെ വിമാനം ലാൻഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് അഗത്തി എയർപോർട്ട് എന്ന് പറയുന്നത്. ഇവിടെയാണ്. ചെറിയൊരു എയർപോർട്ടാണ്. ഏകദേശം 100 പേർക്ക് ഇരിക്കാവുന്ന ഒരു വിമാനത്തിലാണ് ഞങ്ങൾ പോയത് കേട്ടോ. എല്ലാം ഫുള്ളായിരുന്നു. നമ്മളെ കുറേ നാൾ മുമ്പേ ഇത് നോക്കി തുടങ്ങിയതായിരുന്നു പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഏകദേശം ഫെബ്രുവരി ലാസ്റ്റ് മാർച്ചിലോടുകൂടിയാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ടിക്കറ്റ് കിട്ടാനായിട്ട് കുറച്ച് പാടായിരുന്നു. വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല പാടായിരുന്നു ടിക്കറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ എയർപോർട്ടിന് പുറത്തുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ടൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള പ്രധാന കൃഷി എന്ന് പറയുന്നത് തെങ്ങ് തന്നെയാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള തേങ്ങയൊക്കെയാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ പോലത്തെ കുഞ്ഞു തേങ്ങയൊന്നുമല്ല, നല്ല തേങ്ങയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കറിയിലും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് അവർ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ചെന്ന ദിവസം തുടങ്ങി നമുക്ക് മീൻ തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേക്കും ഏകദേശം 12 മണി 11:30 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ബീച്ച് ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ നമ്മൾ വാവ് എന്നാണ് പറഞ്ഞത്. എന്ത് ഭംഗിയാന്ന് നോക്കിയല്ലേ. 2 വശവും ബീച്ച് തന്നെയാണ് കേട്ടോ. 2 വശവും കടലാണ്, ഐലൻഡാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് 36 ദ്വീപുകൾ ചേർന്നതാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അതിൽ 10 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ. അഗത്തി ഐലൻഡിൽ ഏകദേശം 7000-ഓളം ആളുകളാണ് താമസിക്കുന്നത്.
ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കവരത്തിയാണ് കേട്ടോ. കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം. അവിടെ ഏകദേശം 12,000-ഓളം ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ പട്ടാളത്തിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഇവരുടെ ഗവർണർ ജനറലൊക്കെ ഇരിക്കുന്നത് യൂണിയൻ ടെറിട്ടറി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഗവർണർ ജനറൽ എല്ലാം ഉള്ളത് കവരത്തിയിലാണ്. അപ്പോൾ ഇത് നമ്മൾ അഗത്തി ആ ബീച്ചിന് തൊട്ടടുത്ത് തന്നെയുള്ള ആ ഒരു എന്താ പറയുക, ബോട്ടൊക്കെ അടുക്കുന്ന ഒരു പാലമാണിത്. അപ്പോൾ ഇവിടെയാണ് കൊച്ചിയിൽ നിന്നൊക്കെ അഗത്തിയിലേക്ക് വരുന്ന ബോട്ടൊക്കെ വരുന്നത് ഇവിടെയാണ്. കവരത്തി അഗത്തിയിൽ നിന്നും ഏകദേശം 4 മണിക്കൂർ ബോട്ടിൽ പോയാൽ മാത്രമേ കവരത്തിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിന് തൊട്ടടുത്തുള്ള ഐലൻഡ് എന്ന് പറയുന്നത് ജനവാസമുള്ള ഐലൻഡ് ഇല്ല. തൊട്ടടുത്തുള്ളൊരു ഐലൻഡിൽ ജനവാസം ഇല്ലാത്ത ഐലൻഡാണ് കൽവത്തി എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ്. കൽവത്തിയല്ല, കൽപ്പേനി എന്ന് പറഞ്ഞൊരു ഐലൻഡാണ് അഗത്തീൻ്റെ തൊട്ടടുത്തുള്ളത്. പിന്നെ നമ്മുടെ ബംഗാരം ഐലൻഡും തിണ്ണക്കര ഐലൻഡും 1.5 മണിക്കൂർ നമ്മൾ ബോട്ടിൽ പോയി കഴിഞ്ഞാലാണ് എത്തുന്നത് കേട്ടോ. ബംഗാരം ഐലൻഡ് എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ വിസിറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലഗൂൺ ബീച്ചാണ് കേട്ടോ. ലഗൂൺ ബീച്ച് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ബീച്ച് കാണാനായിട്ട്. ഇത് നോർത്ത് എൻഡാണ്, ലക്ഷദ്വീപിൻ്റെ നോർത്ത് എൻഡാണ് ലഗൂൺ ബീച്ച് എന്ന് പറയുന്നത്. ലഗൂൺ ബീച്ചിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ബംഗാരവും തിണ്ണക്കരയും വിദൂരമായിട്ട് നമുക്ക് ഒന്ന് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് നമ്മൾ അവിടെ വലിയ വലിയ ബാർജൊക്കെ വന്ന് അടുക്കുന്ന ആ ഒരു മേൽപ്പാലത്തിൽ കൂടി നമ്മൾ പോയതാണ്. അപ്പോൾ ഇവിടെയാണ് ഇങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ ഇവിടെയുള്ളൂ. വലിയ ലോറികളോ ടിപ്പറോ അങ്ങനെയുള്ള വാഹനങ്ങളൊന്നും ഇവിടെയില്ല. പിന്നെ ഉള്ളത് തന്നെ ടാറ്റേൻ്റെ വെഞ്ചൂറും ഈക്കോ അങ്ങനെയുള്ള വണ്ടികളിലൊക്കെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. എല്ലാ വീട്ടിലും ബൈക്കുകളൊക്കെ ഉണ്ട്. കാരണം ഇവരുടെ ദ്വീപ് എന്ന് പറയുന്നത് ഏകദേശം 7 കിലോമീറ്ററാണ് ഈ ദ്വീപുള്ളത്. 7 കിലോമീറ്റർ നീളവും ഏകദേശം 70,000-ൽ കൂടുതൽ ആൾക്കാരുമാണ് അവിടെ 7,000-ലധികം ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. മിനിക്കോയിൽ ഏകദേശം 12,000-ലധികം ആൾക്കാരാണ് കേട്ടോ ഉള്ളത്. മിനിക്കോയ് എന്ന് പറഞ്ഞൊരു ദ്വീപ്. പിന്നെ ആന്ത്രോത്ത് ഉണ്ട്. അങ്ങനെ കുറച്ചധികം ദ്വീപുകളുണ്ട്. കൽപ്പേനി അങ്ങനെയുള്ള കുറച്ച് ദ്വീപുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കൊച്ചിയിൽ നിന്ന് വന്നൊരു ബാർജാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പെട്രോൾ ഇറക്കുകയായിരുന്നു. അതുപോലെ ഇതേ പുറകിലൊരു ബോട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തുണ്ടെങ്കിലും അവർക്ക് ഇതേ ഒരു സൈക്കിളൊക്കെ ഇരിക്കുന്നതുണ്ടോ. ഇതെല്ലാം കൊച്ചിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ കൊച്ചി അല്ലെങ്കിൽ കോഴിക്കോട് പിന്നെ മംഗലാപുരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇവിടെ സാധനങ്ങൾ വരുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്രോളാണ്. അതിൽ മുഴുവൻ പെട്രോളാണുള്ളത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ റേഷൻ കൊടുക്കുന്ന പോലെയാണ് അത്രയും പെട്രോൾ വിതരണം ചെയ്യുന്നത്. ലിറ്ററിന് 140 രൂപയാണ് കേട്ടോ പെട്രോളിന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ വൈകിട്ട് അപ്പോൾ നമ്മൾ എത്തിയത് ഏകദേശം 12 മണിയോടെയാണെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമുക്ക് റെസ്റ്റ് ആയിരുന്നു. പിന്നീട് ഒരു 4 മണിയോടുകൂടിയാണ് നമ്മൾ ഇതൊക്കെ കാണാനായിട്ട് പുറത്തിറങ്ങിയത്. അപ്പോൾ ഇവിടെ നോക്കി, ഇതൊരു റിസോർട്ടാണ് കേട്ടോ. ബീച്ച് റിസോർട്ട്സ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പ്രധാനമായിട്ടും ഇവരുടെ ജോലി എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ് കേട്ടോ. അല്ലാതെ പിന്നെ ഇവർക്ക് പഠിക്കണമെങ്കിൽ 4 സ്കൂളുകളാണ് ഞാനിവിടെ കണ്ടത്. പിന്നെ മെജോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗമാണുള്ളത്. കുറേ പള്ളികളുണ്ട് കേട്ടോ അവിടെ. ഇഷ്ടംപോലെ പള്ളികളുണ്ടായിരുന്നു. ഏകദേശം 10ഓളം മുസ്ലിം പള്ളികൾ അവിടെ നമ്മൾ ആ 7 കിലോമീറ്ററിനുള്ളിൽ കണ്ടായിരുന്നു. അപ്പോൾ നോക്കി, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അന്താൻ എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം അഗത്തി ഐലൻഡിലെ ആ ഒരു അഗത്തി ബീച്ചിനടുത്തുള്ള ഒരു സ്ഥലം കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലഗൂൺ ബീച്ചിലേക്കാണ് വന്നത്, നോർത്ത് എൻഡിൽ. പിന്നെ ഇപ്പോൾ നമ്മൾ വന്നത് അന്താൻ ബീച്ചാണ്. അന്താൻ ബീച്ചിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് എയർപോർട്ടിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. സൺസെറ്റ് കണ്ടത് നമ്മൾ ഈ അന്താൻ ബീച്ചിൽ വെച്ചിട്ടാണ്. അന്താൻ ബീച്ച് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോലെ തന്നെ കുറേ സഞ്ചാരികൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റും കൊണ്ട് വന്നപ്പോൾ ഫുള്ളായിരുന്നു കേട്ടോ. അപ്പു ഇവിടെ കിടന്ന് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. അപ്പോൾ ആട്ടിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് മറിയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ തന്നെ ചിരിക്കുന്നുണ്ട് കിടന്ന്. പിന്നെ നമ്മൾ നല്ല വെയിലാണ്, നല്ല വെയിലും നല്ല ചൂടും ഒക്കെയാണ് കേട്ടോ. പക്ഷേ വെള്ളത്തിൽ നല്ല തണുപ്പാണ്. അപ്പോൾ അപ്പോൾ ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുക. പിന്നെ അവിടെ ചായ എന്ന് പറയുന്നത് പാൽപ്പൊടി കലക്കിയ ചായയെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ കട്ടൻ ചായ അടിപൊളിയാണ് അവിടുത്തെ. പാൽപ്പൊടി അവിടെ ഉള്ളൂ, പശുവൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ആടുണ്ട് ഇഷ്ടം പോലെ. എല്ലാ വീട്ടിലും ആടുണ്ട് കേട്ടോ. ആടും കോഴികളൊക്കെ ഉണ്ട് എല്ലാ വീട്ടിലും. മിക്ക വീടുകളിലും കോഴികളൊക്കെ ഉണ്ട്. ഇത് നോക്കി, വൈകുന്നേരം വരുമ്പോൾ എല്ലാവരും വന്ന് ചായയൊക്കെ കുടിച്ച് സൊറയൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് നമ്മളീ കാണുന്നത്. അതെ, അവിടെ തന്നെ ഒരു കുഞ്ഞി കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിയ ഇവിടെ എങ്ങും പാർക്ക് പോകാത്ത പോലെ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. കുട്ടികൾക്ക് എപ്പോഴും കളിപ്പാട്ടങ്ങൾ അങ്ങനെയുള്ളത് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അപ്പു വലിയ കാര്യത്തിന് അങ്ങ് കറക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് പേടിച്ചിട്ടാണ് കേട്ടോ അവൾ കരയുന്നത്. അവൾ വീഴും എന്ന് പേടിച്ചിട്ടാണ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ 2 പേരും കൂട്ടം പിന്നെ പോയിട്ട് ഊഞ്ഞാലാടുന്നുണ്ട്.
എന്താടി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയുന്നില്ലേ? എന്താ ഒന്നും പറയാത്തേ? അപ്പോൾ ഇത് നമ്മൾ അന്താൻ ബീച്ചിൽ നമ്മൾ സൺസെറ്റ് കണ്ടതാണ്. നോക്കി ഒരു ബോട്ട് പോകുന്നുണ്ട്, അത് കയാക്കിങ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ സൺസെറ്റിൻ്റെ സമയത്ത് കയാക്കിങ് ചെയ്യുന്നതായിരുന്നു കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതെ, അച്ഛനും മിയയും കൂടി ഒരു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ, ഇഷ്ടപ്പെട്ടായിരുന്നോ മിയ? ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. രണ്ടുപേരും കടലിൽ നിന്ന് കയറുന്നേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈവനിങ് നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തായിരുന്നു അവിടെ. ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ നമ്മളവിടെ നിന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ഞാനും സുമേഷനും കൂടെ എന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. സന്തോഷമായോ മിയ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം മിയ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ളവരോട് പറയുക ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് സജഷൻസ് തരാവുന്നതാണ്. അതിന് ഞങ്ങളുടെ കമൻസിൽ നിങ്ങൾക്ക് എന്താണ് വേണമെങ്കിലും ഞങ്ങളോട് പറയാവുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുമ്പോഴുള്ള കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. എല്ലാവരും കമൻസ് ആയിട്ട് തന്നെ അത് രേഖപ്പെടുത്തുക. അപ്പോൾ ഞങ്ങളിത് ഇവിടേക്ക് ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി സൺസെറ്റൊക്കെ കണ്ട് വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ടാറ്റാ, ബൈ ബൈ.